ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മലയാളി കുടുംബങ്ങൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് മാസം തോറും കൂടിക്കൂടി വരുന്ന കറണ്ട് ബില്ല്. അനാവശ്യമായ കറണ്ട് പാഴാക്കുന്ന ചില ശീലങ്ങൾ മാറ്റിയാൽ തന്നെ ബില്ലിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. നമ്മുടെ വീട്ടിലെ കറണ്ട് ബില്ല് പകുതിയായി കുറയ്ക്കാൻ സഹായിക്കുന്ന 5 ലളിതമായ ടിപ്പുകളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. നമ്മുടെ വീട്ടിലെ ഏറ്റവും കൂടുതൽ കറണ്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഫ്രിഡ്ജ് ഭിത്തിയോട് ചേർന്ന് വെക്കാതെ വായു സഞ്ചാരത്തിനായി അല്പം ഗ്യാപ്പ് ഇട്ട് വെക്കുക. അതുപോലെ ചൂടുള്ള ഭക്ഷണ സാധനങ്ങൾ ഒരിക്കലും നേരിട്ട് ഫ്രിഡ്ജിൽ വെക്കരുത്. അത് തണുത്ത ശേഷം മാത്രം അകത്ത് വയ്ക്കുക. ഫ്രിഡ്ജിൻ്റെ ഡോർ ഇടയ്ക്ക് തുറക്കുന്നതും അടയ്ക്കുന്നതും ഒഴിവാക്കിയാൽ വലിയൊരു തുക നമുക്ക് ലാഭിക്കാം. വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുമ്പോൾ 1-2 തുണികൾ മാത്രം ഇട്ട് കറക്കി ബില്ല് കൂട്ടരുത്. തുണികൾ ലോഡ് ആകുന്നത് വരെ കാത്തിരിക്കുക. അതുപോലെ വെയിലുള്ളപ്പോൾ ഡ്രയർ ഉപയോഗിക്കുന്നത് പരമാവധി ഒഴിവാക്കി തുണികൾ വെയിലത്ത് ഉണക്കാൻ ശ്രമിക്കുക. ഇത് കറണ്ട് ബില്ലിൽ നല്ലൊരു കുറവ് വരുത്തും. ദിവസവും ഓരോ ഡ്രസ്സ് വീതം അയൺ ചെയ്യുന്നത് കറണ്ട് ഒരുപാട് നഷ്ടപ്പെടുത്തും. അയൺ ബോക്സ് ചൂടാകാൻ തന്നെ വലിയൊരു അളവ് കറണ്ട് വേണം. അതുകൊണ്ട് ഒരാഴ്ചത്തേക്കുള്ള വസ്ത്രങ്ങൾ ഒരുമിച്ച് അയൺ ചെയ്യുന്നത് ശീലമാക്കുക. നമ്മുടെ വലിയൊരു അബദ്ധമാണ് ടിവിയും AC റിമോട്ട് കൊണ്ട് മാത്രം ഓഫ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ പവർ കൺസ്യൂമിങ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് മെയിൻ സ്വിച്ചും കൂടി ഓഫ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുക. കൂടാതെ രാത്രി കാലങ്ങളിൽ ആവശ്യമില്ലാതെ ലൈറ്റുകളും ഫാനുകളും ഓഫ് ചെയ്യാനുണ്ടെന്ന് ഉറപ്പുവരുത്തുക. വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെയാണ് കറണ്ടിന് ഏറ്റവും കൂടുതൽ ചാർജ് ഈടാക്കുന്ന സമയം. പീക്ക് ഹവേഴ്സ് എന്ന് പറയും. ഈ സമയത്ത് മിക്സി, ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ, വാട്ടർ പമ്പ് എന്നിവ ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. ഇത് നിങ്ങളുടെ മാസ ബില്ലിൽ പ്രകടമായ മാറ്റം കൊണ്ടുവരും. ഈ ലളിതമായ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ വലിയൊരു തുക നമുക്ക് ലാഭിക്കാൻ സാധിക്കും. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരിലേക്കും കൂടി അറിവ് എത്തിക്കാൻ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.